ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വിൻറ്റേജ് ചാനൽ സപ്ലൈസ് ഉണ്ടാക്കാം. എൻ്റെ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വർഷം ആദ്യം മുതലൊക്കെ ഫുൾ ചാനലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ബുക്കൊക്കെ മേടിച്ച് വെച്ചതാണ്. പക്ഷേ എനിക്കതിൻ്റെ സപ്ലൈസ് മേടിക്കാൻ പറ്റിയില്ല. മേടിക്കുമ്പോൾ തന്നെ വാഷി ടൈപ്സ് വേറെ മേടിക്കണം, സ്റ്റിക്കേഴ്സ് വേറെ മേടിക്കണം. അപ്പോൾ കൂടുതൽ ചിലവാകും. പിന്നെ വിൻറ്റേജ് തീമിലുള്ളത് മാത്രം മേടിച്ചാൽ നമുക്ക് ആ തീമിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അടുത്തത് മേടിക്കണമെങ്കിൽ പിന്നെ ആദ്യം ക്യാഷ് ഇറക്കണം. അപ്പോൾ അതൊക്കെ നല്ലത് സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെറും 80 റുപ്പീസിന് ഉണ്ടാക്കിയെടുത്തതാണ് ഇത്രയും സപ്ലൈസ്. ആ 80 റുപ്പീസ് കൊണ്ട് എനിക്ക് സ്ക്രാപ്പ് പേപ്പേഴ്സും സ്റ്റിക്കേഴ്സും വാഷി ടൈപ്സും ടിക്കറ്റ്സും ഒക്കെ കിട്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ സ്ക്രാപ്പ് പേപ്പേഴ്സാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ 4 സ്ക്രാപ്പ് പേപ്പേഴ്സ് ഇതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാൻവയിലിട്ടിട്ട് എഡിറ്റാക്കി ഒരു A4 4 ഷീറ്റ് എന്നതിൽ ഞാൻ ആക്കിയെടുത്താണ്. എന്നിട്ട് ജസ്റ്റ് പ്രിൻ്റ് ഷോപ്പിൽ പോയിട്ട് സാധാ നമ്മൾ നോർമൽ കളർ പ്രിൻറ്റിങ് എടുക്കുന്നത് പോലെ എടുത്തതാണ്. അതിന് വെറും 10 റുപ്പീസേ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ വേറൊരു ഷീറ്റ് എടുത്തിട്ട് അതിൽ ഇതേപോലെ സ്റ്റിക്കി നോട്ട്സിൻ്റെ കുറച്ച് പേപ്പേഴ്സും പാറ്റേൺ പേപ്പേഴ്സും അതേപോലെ കുറച്ച് എന്തൊക്കെയോ ചില്ലറ സാധനങ്ങളും ഒക്കെ ഇതേപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അതും ഇതേപോലെ നോർമൽ പ്രിൻറ്റിങ്ങാണ് എടുത്തിട്ടുള്ളത് A4 ഷീറ്റിൽ. അതിന് ജസ്റ്റ് 10 റുപ്പീസ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ പിൻട്രസ്റ്റിൽ നോക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള തീമിൽ കുറേ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് ഇതേപോലെ ക്യാൻവയിലിട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിത് നോർമൽ പ്രിൻറ്റിങ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതിനൊരു ഗ്ലേസിങ് ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട, ശരിക്കും ഒരു പേപ്പർ പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഇതുകളൊക്കെ നോർമൽ പ്രിൻറ്റിങ് എടുത്തത്. മറ്റേതൊക്കെ സ്റ്റിക്കറാക്കി എടുക്കുകയും ചെയ്തത്. ഇനി നമുക്ക് വാഷി ടൈപ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ A3യിലാണ് ഞാൻ മൊത്തത്തിൽ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു A3യുടെ ഒരു നീളം മുഴുവൻ ഞാൻ വാഷി ടൈപ്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതേപോലെ 4 വാഷി ടൈപ്സിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഇതേപോലെ കുറച്ച് ടിക്കറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടർഫ്ലൈസിൻ്റെ കുറച്ച് സ്റ്റാമ്പ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, നമുക്ക് എടുക്കാൻ ഇതിനൊക്കെ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ ഒരു A4 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെല്ലോ ടേപ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിനെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഓരോ സ്റ്റിക്കേഴ്സിൻ്റെ ബാക്കിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ A4ൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നും പെട്ടെന്ന് എടുക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സും അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറിയ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഇതേപോലെ A4ൽ തന്നെ കുറച്ച് നീളത്തിൽ സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിനെ റൗണ്ടിൽ ചുറ്റിയിട്ട് A4ൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൽ പിന്നീട് സ്റ്റിക്കേഴ്സ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മറ്റേതിനെക്കാളും കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ ഇത് ഇത്രയും സ്റ്റിക്കേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വാഷി ടൈപ്സ് ഉണ്ടാക്കണം. അതിന് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോർമൽ കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ടിൽ ചുറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിൽ ഇതേപോലെ വാഷി ടൈപ്പിൻ്റെ വീതിക്കനുസരിച്ച് ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 4 പീസസ് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് അതിൽ ഇതേപോലെ വാഷി ടൈപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് സെല്ലോ ടൈപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. പിന്നെ അതൊന്ന് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് ലൂസായി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സിൻ്റെ കുറച്ച് വേസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അത് ഇതേപോലെ എടുത്തിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് പൊളിച്ച് കൊടുത്തിട്ട് അതുമൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ വാഷി ടേപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ ബാക്കി 4 ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ സിമ്പിളാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ സ്റ്റിക്കർ പ്രിൻറ്റിങ് എടുത്തത് 50 റുപ്പീസിനാണ്. അപ്പോൾ മൊത്തത്തിൽ 70 റുപ്പീസ് ആയിട്ടുള്ളൂ. ഞാൻ ആദ്യം 80 റുപ്പീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലത്തെ വേറെ ഏതെങ്കിലും തീമിലുള്ള സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണം. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ പിൻട്രസ്റ്റ് പോവുക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക, ക്യാൻവയിൽ വന്നിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ നോർമൽ പ്രിൻറ്റിങ് എടുത്തത് 2 A4-ലും മറ്റേ സ്റ്റിക്കർ പ്രിൻറ്റിങ് എടുത്തത് A3-ലും ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം.